വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസത്തിന് ശേഷം നമ്മൾ വീണ്ടും ഒരു വ്ളോഗായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്നൊരു ഹോം ടൂറാണ് ചെയ്യാൻ പോകുന്നത്. എൻ്റെ വീട് ഫുള്ളൊന്നും ഞാൻ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. അതിനായിട്ട് ഇവിടെ എല്ലാവരും ഉള്ള സെറ്റപ്പൊക്കെ ചെയ്ത് വെച്ചേക്കുവാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇവിടെ സെറ്റപ്പൊക്കെ ചെയ്ത് വെച്ചേക്കുവാണ് എന്താ ഹോം ടൂർ കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ എന്താ ഇന്ന് ഹോം ടൂറാണ് എടുക്കാൻ പോകുന്നത്. മാക്സിമം അടിപൊളിയായിട്ട് എടുക്കാൻ ശ്രമിക്കാം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ തന്നെ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. വീണ്ടും തൊട്ട് ഭാഗം തൊട്ട് തുടങ്ങാം. അത് ഇവിടെ എന്താ റോഡിൻ്റെ സംഭവം എന്തോ പണിയൊക്കെ നടക്കുകയാണ്. അതുകൊണ്ട് ഭയങ്കര അലങ്കോലാണ്, ഭയങ്കര പൊടിയൊക്കെയാണ് ഇവിടെ. കണ്ടോ ഇങ്ങനെ റോഡ് ഇങ്ങനെയുണ്ട്. അപ്പോൾ നമ്മുടെ ഇവിടെ ഇങ്ങനെ ഗേറ്റ് ഉണ്ട്. അത് കഴിഞ്ഞാൽ ഇങ്ങനെ നീണ്ട് നിവർന്നിങ്ങനെ കിടക്കുകയാണ്. അവിടെ കുറച്ച് തടി സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ചെറിയൊരു ഗാർഡൻ. പക്ഷെ ഫുള്ള് പൊടി പിടിച്ച് അലങ്കോലായിട്ട് കിടക്കുന്ന നല്ലൊരു മഴ പെയ്താലേ അടിപൊളിയാകും. ഇതാണ് നമ്മുടെ വീട്. ഇതേ ടോട്ടലൊരു ഇത് നമ്മുടെ നല്ല മാവൊക്കെ നിൽക്കുന്നൊരു സ്ഥലം കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സ്ഥലമാണ്. ഭയങ്കര പീസ്ഫുള്ളാണ് ഇവിടെ. സോ ഇങ്ങനെ വരികയാണെങ്കിൽ നമ്മുടെ ഹോമിങ് ഭാഗം എന്ന് പറയുന്നത് ഇത് ഞങ്ങളുടെ സിറ്റ് ഔട്ടാണ്. അപ്പോൾ ഇവിടെ ഗസ്റ്റൊക്കെ വരുമ്പം അടിക്കുന്ന അടിപൊളി സ്ഥലമാണ്. അപ്പോൾ ഇവിടെ സിറ്റിയും സംഭവങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. പ്ലാന്റ് ഇത് നമ്മുടെ സ്നേക്ക് പ്ലാൻ ആണ്. ഇത് നമ്മൾ കുറേ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ട് ഇതിനൊക്കെ പറ്റി. അപ്പോൾ രണ്ട് ഭാഗത്തും അപ്പുറത്തെ വശത്തും നമ്മളൊരു സ്നേക്ക് പ്ലാന്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിന് മേളിൽ കുറച്ച് ഡെക്കറേഷനും സംഭവങ്ങളും ഒക്കെ ഞങ്ങൾ വെച്ചിട്ടുണ്ട്. നേരെ ഹോളിലോട്ടാണ് കയറുന്നത്. ഇവിടെ ഫുള്ള് കുറച്ച് അലകോലൊക്കെയാണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ മറ്റേ ഫർണിച്ചറും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ട് കുറച്ച് നൈസായിട്ടാണ് ഇവിടെ കിടക്കുന്നത്. പിന്നെ നേരെ നമ്മൾ ടി വി അവിടെയാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. നമ്മുടെ ടി വി അതാണ് വീഡിയോ കോണിൻ്റെ. അത് കഴിഞ്ഞ് നമ്മൾ നമ്മുടെ വലിയ ഡൈനിങ് ടേബിൾ ഇങ്ങനെ ഉണ്ട് ടി വിയുടെ ഫ്രണ്ടിൽ തന്നെ. അത് കഴിഞ്ഞ് നമ്മൾ ഇങ്ങനെ വരുമ്പോൾ നമ്മളവിടെ റൂമുണ്ട് കേട്ടോ. പക്ഷെ നമ്മളതിപ്പോൾ കാണിക്കുന്നതല്ല, കുറച്ച് കഴിഞ്ഞ് ഭയങ്കര ഒരു സസ്പെൻസ് ആയിട്ട് നമ്മൾ കാണിക്കുന്നതായിരിക്കും. നെക്സ്റ്റ് നമ്മുടെ ഇവിടെ കുറച്ച് എന്താ ചെറിയൊരു കിച്ചൺ എന്ന് പറയാം. നമ്മുടെ അവിടെ സംഭവങ്ങൾ കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു, കഴിഞ്ഞ ബ്ലോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളതിവിടെ ചെറുതായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പം അങ്ങനെ ഒരു സംഭവം. പിന്നെ ഇവിടെ കുറച്ച് മിററും ഡോറും ഒക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ഇതിനകത്ത് അധികമൊന്നുമില്ല, ഇതിനകത്ത് കുറച്ച് മെസ്സായിട്ടൊക്കെയാണ്. എന്നാലും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. അപ്പം അതത്രയേ ഉള്ളൂ. ഇതാണ് നമ്മുടെ ഷെൽഫ് എന്ന് പറയുന്നത്. ഇതിനകത്ത് കുറേ പാത്രങ്ങളും ജഗ്ഗും സംഭവങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഞാനത് ലാസ്റ്റ് അത് തുറന്ന് കാണിക്കും കേട്ടോ. എല്ലാ സാധനങ്ങളും എന്നിട്ട് അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. ലാസ്റ്റ് ഞാൻ വിശദീകരിച്ച് പറയുന്നതായിരിക്കും. ഇതിൽ ഞാൻ കയറി വരുമ്പോൾ ഒരു കട്ടിലുണ്ട്. അത് കഴിഞ്ഞ് ഇങ്ങനെ വരുന്ന കഴിയുമ്പോൾ നമ്മുടെ ഇവിടെ ഒരു മിററുണ്ട്. 2 മിററുണ്ട് കേട്ടോ. ഒരു മിററും ഒരു അലമാരിയും ഉണ്ട് കേട്ടോ. പിന്നെ അമ്മയുടെ ഒരു മെഷീനും ഉണ്ട് അവിടെ. നമ്മുടെ മാമാസ് കിച്ചൺ. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഫസ്റ്റ് തന്നെ ഇവിടെ സൈഡിൽ മിക്സിയും കുറച്ച് ഗ്ലാസസും അങ്ങനെയൊക്കെ കുറച്ച് വെക്കാൻ പറ്റുന്ന ഒരു ചെറിയൊരു എന്തെങ്കിലും പേരൊന്നും എനിക്കറിയില്ല, ഇങ്ങനൊരു സംഭവം ഉണ്ട്. പിന്നെ ചെറിയൊരു ജനലുണ്ട്. അവിടെയാണ് കുറേ ഇതെന്തോ പച്ചരി വെള്ളത്തിലിട്ടിക്കാം. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ നമ്മളിങ്ങനെ വാട്ടർക്ക് ഇങ്ങനെ യൂസ് ചെയ്യാൻ ഒരു സംഭവം. പിന്നെ അത് കഴിഞ്ഞ് ജനലൊക്കെ ഉണ്ട് എന്തെങ്കിലുമൊക്കെ വെക്കാനായിട്ട്. പിന്നെ മേളിലാണ് നമ്മുടെ മെയിൻ ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ നമ്മൾ വെച്ചിരിക്കുന്നത്. ഏറ്റവും വലിയ ഒരു അണ്ടാവ് വെച്ചിട്ടുണ്ട്. പിന്നെ താഴെ കുറച്ച് കുക്കറും അങ്ങനെ ചെരുവും അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട്. താഴെയാണ് നമ്മുടെ പൊടി ഐറ്റംസ് ഉള്ളത് കേട്ടോ. മല്ലിപ്പൊടിയും വെള്ളപ്പൊടിയൊക്കെ ഉണ്ട് ഇവിടെ. അതിൽ താഴെ കുറച്ച് പ്ലേറ്റ്സും ഉണ്ട്. എപ്പോഴും യൂസ് ചെയ്യുന്നത് നമ്മളെപ്പോഴും യൂസ് ചെയ്യുന്ന കുറച്ച് പ്ലേറ്റ്സ് ആണ് കേട്ടോ ഇത്. പിന്നെ താഴെ വന്നിട്ട് എന്താ ഇങ്ങനെ മറ്റേ ചായ ഉണ്ടാക്കുന്ന സാധനം, പിന്നെ അങ്ങനെ കുറച്ച് കപ്പും സംഭവങ്ങളൊക്കെ. ഇതാണ് ഗായ്സ് നമ്മുടെ അടുപ്പെന്ന് പറയുന്നത്. നമുക്കവിടെ ഗ്യാസ് ഇല്ല, നമുക്ക് അതിന് അടുപ്പാണുള്ളത്. അപ്പോൾ നമ്മൾ ഇവിടെ ഇങ്ങനെ നമുക്ക് കുറേ കറികളൊക്കെ വെച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ഒരു കുക്കിംഗ് ഏരിയ. നമ്മുടെ അരിക്കലം, പിന്നെ കഞ്ഞി വെക്കുന്ന കലം, പിന്നെ വെള്ളം തിളപ്പിക്കുന്ന കലമൊക്കെ ഇവിടെ ചെറുതായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ചെറിയ കലം വലിയ കലം എല്ലാം വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ ജനലും സ്പൂണും സംഭവങ്ങളും ഒക്കെ നമ്മളിവിടെ
വെച്ചിട്ടുണ്ട്. അതായത് ഹീറ്ററും പിന്നെ ചെറിയ തൂണ്, വലിയ തൂണ്, പിന്നെ അങ്ങനെ തൂണല്ല സ്പൂണ്. അപ്പോൾ പിന്നെ നമ്മൾ വേറെ അടുത്ത സ്ഥലത്തോട്ട് പോകാം. പിന്നെ ഇവിടെ കുറച്ച് നമ്മുടെ അത് രണ്ടോട്ടായിട്ടോ നോക്കട്ടെ. പിന്നെ നമ്മുടെ ഐസ്ക്രീം ഒക്കെ ഭയങ്കര അതിനകത്ത് ഐസ്ക്രീം ഒന്നും കേട്ടോ മുളകൊന്നുണ്ട. പിന്നെ അവിടെ കുറേ പിന്നെ മറ്റേ ഈ സാധനമൊക്കെ ഉണ്ട്, ഇടിക്കുന്ന സാധനമുണ്ട്, 2 മുട്ടായ ഉണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് പോകാം. ഇതാണ് വർക്ക് ഏരിയ. ഇത് നമ്മളിങ്ങനെ കുറച്ച് അതായത് അധികമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഇവിടെയാണ് നമ്മൾ കൊണ്ടുവെക്കുക. പിന്നെ കുറേ പഴയ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ കുറച്ച് മെസ്സാണ്. കേക്കും ബ്രെഡൊക്കെ ഉണ്ടാക്കും. കേക്കും ബ്രെഡും സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഓയിലും സംഭവങ്ങളും വെച്ച് ഉരുളിയുണ്ട് നമ്മുടെ ഒരു ബാക്ക് ഏരിയ. അപ്പം നമ്മളിവിടെ റെന്റിനാണ് കേട്ടോ ഗൈസ് താമസിക്കുന്നത്. നമ്മൾ സ്വന്തമായിട്ട് ഇവിടെ അല്ല. അപ്പോൾ ഈ ഒരു വീട് റെന്റിനാണ്. പിന്നെ ഇവിടെ കുറേ പലകയൊക്കെ ഉണ്ട്. എന്തോ മൂക്കായിട്ട് ഇങ്ങനെ കൊണ്ടുവന്നു. നല്ല പീസ്ഫുൾ ആയിട്ടുള്ള പ്ലേസ് ആണ്. ഇപ്പോൾ കുറച്ച് വെയിലുണ്ട്. നമ്മൾ ഉച്ചയ്ക്കാണ് വീഡിയോ എടുക്കുന്നത്. വൈകിട്ടൊക്കെ കഴിയുമ്പോൾ നല്ല കാറ്റും സംഭവങ്ങളൊക്കെ ഉണ്ട്. കിണർ അലോവേരയൊക്കെ ഉണ്ട്. കിണറും അലോവേരയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഇവനാണ് ഗായ്സ്. അപ്പോൾ ഗായ്സ് കയറി വരുന്നത് നമ്മുടെ ആ ഒരു വലിയ ബെഡാണ് കാണാൻ പറ്റുന്നത്. പിന്നെ അതിൻ്റെ നേരെ നമ്മൾ കുറച്ച് കൊളാജൊക്കെ വെച്ചിട്ട് ഒരു ചെറിയ ഡെക്കർ ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ കൊറിയൻ കൊളാജ് എന്നാണ് പറയുന്നത്. കാരണം ഫുൾ ഇൻസ്പിറേഷനാണ്, കൊറിയൻ സിറ്റി, BTS ലൈക്ക് അങ്ങനെയൊക്കെയാണ്. അതൊക്കെ എവിടെ നിന്ന് എടുത്തത് എങ്ങനെ എടുത്തെന്നൊക്കെ ഞാൻ ലാസ്റ്റ് പറയാം. ഇതിന് മേളിൽ കുറച്ച് ടെഡി സംഭവങ്ങൾ ഉണ്ടാക്കി. നമ്മൾ ഹോം മെയ്ഡ് ടെഡിയും ഉണ്ട്, പുറത്തുള്ള ടെഡിയും ഉണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമ്മൾ ചെറിയ ഡെക്കറൊക്കെ അവിടെ ചെയ്തിട്ടുണ്ട്. ലൈറ്റിൻ്റെ കുറച്ച് പ്രോബ്ലം ഉണ്ട്, അതൊന്നും നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. പിന്നെ നമ്മൾ അതിൻ്റെ ഒരു ഡോർ കർട്ടൻ ഉണ്ട്. അതൊക്കെ തൽക്കാലത്തേക്ക് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. വലിയൊരു വിൻഡോ ആണ് കാണുന്നത്. പിന്നെ അവിടെ തന്നെ ഒരു വലിയ ഒരു പ്ലാന്റ് ഉണ്ട്. ചെറുതായിട്ടൊന്ന് കരിഞ്ഞിട്ടുണ്ട് കേട്ടോ, പെട്ടെന്ന് കാണാൻ പറ്റത്തില്ല. പിന്നെ നമ്മൾ അവിടെ ഒരു ഫോട്ടോ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ എൻ്റെ റൂം മേക്കോറിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതാണ് എൻ്റെ ചേച്ചിയുടെ സ്റ്റഡി ഏരിയ. ഒരു ചെറിയ സ്റ്റഡി ഏരിയ ആണ്, പക്ഷെ അവിടെ നല്ല അടിപൊളിയായിട്ട് ഇതാക്കിയിട്ടുണ്ട് കേട്ടോ. അവിടെ ചെറിയ കുറേ ക്യാൻഡിൽസും ഒക്കെ ഉണ്ടാക്കി കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ വിശദമായിട്ട് പറയാം. പിന്നെ നമ്മൾ മെയിൻ ഷെൽഫാണ്. ഏറ്റവും മുകളിൽ തന്നെ നല്ല അടിപൊളി പ്ലാന്റ്സ് വെച്ചിട്ടുള്ളതാണ്. അത് ഫുൾ അതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ പ്ലാന്റ്സ് ആണ് കേട്ടോ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ക്ലേ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മൾ മേലോട്ട് ഇങ്ങനെ കുറേ മാല ബൾബ് എന്നൊക്കെ പറയുമല്ലോ, അതുപോലെ നമ്മളെല്ലാം മറ്റേ LED ലൈറ്റ് നമ്മൾ വെച്ചിട്ടുണ്ട്. അത് ലൈറ്റ് ആകുമ്പോൾ അടിപൊളിയായിരിക്കും. പിന്നെ നമ്മൾ താഴോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒരു ബുക്കും പിന്നെ നമ്മുടെ സ്കിൻ കെയർ ഫുൾ ഉണ്ട് കേട്ടോ. പിന്നെ കുറേ ബുക്കും സംഭവങ്ങളുണ്ട്. പിന്നെ ക്ലേ ഉണ്ട് അവിടെ, കുറച്ച് ക്ലേ പ്ലേറ്റ്സ് നമ്മൾ ലാസ്റ്റ് വീഡിയോയിലെല്ലാം കാണിക്കാം കേട്ടോ. പിന്നെ നമ്മുടെ കുറേ സംഭവങ്ങളും സ്കിൻ കെയർ ആണ് ഫുൾ ഇതിൻ്റെ അകത്ത്. പിന്നെ ഇവിടെ ഇതെല്ലാം ഞാൻ വിശദീകരിച്ച് നന്നായിട്ട് പറയുന്നതാണ് കേട്ടോ ലാസ്റ്റ്. അപ്പോൾ ആരും സ്കിപ്പ് അടിക്കാതെ കാണും കേട്ടോ എല്ലാവരും. പിന്നെ നമ്മുടെ മിറർ ഉണ്ട്. കുറേ 3 പ്ലാന്റ്സും അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ബാക്കിലായിട്ട് കുറേ ബർത്ത്ഡേ കാർഡ് ഉണ്ട്, അതും വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ടെഡിയും ഉണ്ട് അവിടെ. പിന്നെ ഇതൊരു ഭയങ്കര ഇതിന് പേര് പറയില്ല, ആ സാധനം അതുകൊണ്ട് എനിക്ക് പ്രൊണൗൺസ് ചെയ്യാൻ അറിയില്ല. പിന്നെ അവിടെ കുറച്ച് സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്, അവിടെ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. നമ്മുടെ പെയിൻറ്റിങ് ഇതാണ് നമ്മുടെ ഇൻട്രോയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. നല്ല നൈസ് ആൻഡ് പൊളിയായിട്ട് നമ്മൾ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ പറയില്ല, നിങ്ങളും അതിൻ്റെ അഭിപ്രായം പറയണത് നൈസായിട്ടുണ്ടോ എന്ന്. പക്ഷെ എനിക്ക് മാക്സിമം എനിക്ക് സത്യം സീരിയസ്ലി പേഴ്സണലി ഇഷ്ടപ്പെട്ടു. പിന്നെ ലൈറ്റ് ഉണ്ട് കേട്ടോ, അത് ഇട്ട് നമ്മൾ കാണിക്കാം. വരുമ്പോൾ എൻ്റെ സ്റ്റഡി ഏരിയ ആണ് ഗായ്സ്. നിങ്ങൾക്ക് സത്യം പറയാം, നിങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് പോയിട്ട് നിങ്ങൾ ഭയങ്കര ഷോക്കായിരിക്കും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു മേക്കോവർ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കുറച്ച് ഡിലേ വന്നിട്ടുണ്ടാകും. അപ്പോൾ ഞാനത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇത് പൊടിയ നമ്മൾ തന്നെ ചെയ്ത പെയിൻറ്റിങ്സ് ആണ് കേട്ടോ. ഇത്രയും നമ്മൾ ഓരോ സാധനത്തിൽ നിന്നൊക്കെ കണ്ടുപിടിച്ച് തപ്പിപ്പിടിച്ച് നമ്മൾ എടുത്ത് വെച്ചതാണ്. ഇത്രയും ഭയങ്കര കഷ്ടപ്പെട്ടിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഗായ്സ്.
ഇതൊക്കെ നമ്മൾ വിശദീകരിച്ച് പറയാം. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ അത് പറയണം, ഇതെങ്ങനെ ചെയ്തെന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളത് പറയണം കമൻറ്റിൽ, എന്നാൽ ഞാനത് വിശദീകരിച്ച് പറയുന്നതായിരിക്കും. ഇതാണ് നമ്മുടെ ലൈറ്റുള്ളൊരു വ്യൂ. നൈറ്റ് അടിപൊളിയാണ് കേട്ടോ. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അധികം ചെറിയൊരു വ്ളോഗാണ്, വലിയ വ്ളോഗൊന്നും അല്ലേ. പിന്നെ അത് ഇനി എന്തെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് പറയുമോ, എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണമെന്നുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യാൻ, നമ്മൾ എന്തായാലും ചെയ്യുന്നതായിരിക്കും. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും നിങ്ങൾ ചാനൽ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ നിങ്ങൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം. ബൈ ബൈ.